ശരീരത്തെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിലേക്ക് നയിക്കുന്ന മറ്റൊരു ഘടകമാണ് സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇന്ന് സ്ട്രെസ്സിന് അടിമകളാണ്. ഒരു കുട്ടി സ്കൂളിൽ പോയാൽ, വീട്ടിലുള്ള ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ പുറത്തു പോയാൽ തിരിച്ചു വരുന്നത് വരെ സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് വീട്ടിലുള്ളവർ. എന്തിനും ഏതിനും നമ്മൾ മനസ്സിൽ അരുതാത്ത ചിന്തകൾ വരികയും അത് സംഭവിക്കുമോ എന്നുള്ള പേടിയിൽ ആ ദിവസം നമ്മൾ കഴിച്ചു കൂട്ടുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികളാണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ഇന്ന് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനോ അത് മാറ്റിയെടുക്കാനോ ഉള്ള ട്രെയിനിങ് ഇന്ന് ആരും നോക്കുന്നുമില്ല. നിരവധി മെത്തേഡുകളുണ്ട് സ്ട്രെസ് മാറ്റിയെടുക്കാനായിട്ട്. ഒന്ന്, ശരിയായ ബ്രീത്തിങ് എക്സർസൈസ് അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ നമുക്ക് സ്ട്രെസ് റിലീവ് ചെയ്യാൻ പറ്റും. 2, യോഗ പോലുള്ള ട്രെയിനിങ്ങുകൾ, പ്രഭാത സവാരികൾ, അതേപോലെ തന്നെ ഗെറ്റ് ടുഗദറുകൾ, ഔട്ടിങ്ങുകൾ, ഇങ്ങനെ പല പ്രവൃത്തികളിലൂടെ നമുക്ക് സ്ട്രെസ് മാറ്റിയെടുക്കാൻ കഴിയും. മനസ്സും ശരീരവും ഒരുപോലെ ആരോഗ്യത്തോടെ നിന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റൂ. ഓട്ടോ ഇമ്മ്യൂണിറ്റി മൂലമുണ്ടാകുന്ന പല രോഗങ്ങൾക്കും സ്ഥിരമായ സ്ട്രെസ് ഫാക്ടർ ഒരു പ്രധാന കാരണമാണ്.